നിർമ്മാതാവ് ജി സുരേഷ് കുമാറിന്റെ വെല്ലുവിളി മോഹൻലാൽ ഏറ്റെടുത്ത് നടപ്പാക്കിയെന്ന് ആരാധകർ. എമ്പുരാൻ സിനിമയുടെ ആഗോള ഷെയർ 100 കോടി പിന്നിട്ടിരിക്കുന്നു. നിർമ്മാതാവിന് 100 കോടി ഷെയർ ലഭിക്കുന്ന ആദ്യ മലയാള സിനിമയായി ഇതോടെ എമ്പുരാൻ മാറി. നേരത്തെ മലയാളത്തിൽ 100 കോടി രൂപ ഷെയർ വന്ന ഒരു സിനിമ കാണിച്ചു തരാവോ എന്ന ചോദ്യവുമായി നിർമ്മാതാവ് സുരേഷ് കുമാർ രംഗത്ത് വന്നിരുന്നു. ഇവിടെയുള്ള ആർട്ടിസ്റ്റുകളെ വെല്ലുവിളിക്കുകയാണെന്നും അങ്ങനെ ഒരു ഇതുവരെ പടം ഉണ്ടായിട്ടില്ലെന്നും അന്ന് വിവാദമായ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. 100 കോടി ഷെയറുള്ള ഒരു പടം കാണിച്ചു തരട്ടെ, ഞാൻ ഇവിടുത്തെ ആർട്ടിസ്റ്റിനെ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ ഷെയറാണ് കൂട്ടുന്നത്, അല്ലാതെ ലോകത്തുള്ള മറ്റു കോസ്റ്റുകളല്ല കൂട്ടുന്നത്. 100 കോടി ഷെയർ ക്ലബിൽ വന്ന ഒരു പടം പറയട്ടെ. 100 കോടി ഷെയർ വന്ന പടം ഇതുവരെ ഉണ്ടായിട്ടില്ല. സുരേഷ് കുമാറിൻ്റെ വാക്കുകൾ. സുരേഷ് കുമാറിൻ്റെ വെല്ലുവിളി ആണ് ഇപ്പോൾ മോഹൻലാൽ ഏറ്റെടുത്തതെന്നും അതിനുള്ള മറുപടിയാണ് എമ്പുരാൻ എന്നുമാണ് ആരാധകർ കമന്റ് ചെയ്യുന്നത്. ചിത്രത്തിൻ്റെ നിർമ്മാതാവിന് കിട്ടുന്ന ഷെയർ തുക 100 കോടി പിന്നിട്ട് കഴിഞ്ഞു എന്നാണ് എമ്പുരാൻ്റെ പുതിയ കളക്ഷൻ വെളിപ്പെടുത്തുന്ന പോസ്റ്റിൽ നിന്ന് വ്യക്തമാകുന്നത്. സംവിധായകർ പൃഥ്വിരാജ് സുകുമാരനും ആശീർവാദ് സിനിമാസും കളക്ഷൻ റിപ്പോർട്ട് പങ്കുവച്ചിട്ടുണ്ട്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായാണ് ഒരു സിനിമയ്ക്ക് 100 കോടി ഷെയർ ലഭിക്കുന്നതെന്നും അണിയറക്കാർ പറയുന്നു. സിനിമയുടെ ആഗോള ഷെയർ കളക്ഷനാണിത്. നിലവിൽ 234 കോടിയാണ് എമ്പുരാൻ്റെ ആഗോള ഗ്രോസ് കളക്ഷൻ. തെന്നിന്ത്യൻ സിനിമയിൽ 100 കോടി ഷെയർ നേട്ടത്തിൽ മുന്നിൽ നിൽക്കുന്നത് തെലുങ്ക് ഇൻഡസ്ട്രിയാണ്. ട്രാക്ക് ടോളിവുഡിൻ്റെ കണക്കനുസരിച്ച് റോബോ എന്ന ചിത്രത്തിലൂടെ തമിഴ് സിനിമയാണ് സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി 100 കോടി ഷെയർ നേട്ടം കൈവരിച്ചത്. ബാഹുബലിയിലൂടെ തെലുങ്ക് സിനിമയും KGFിലൂടെ കന്നഡ സിനിമയും സമാന നേട്ടം സ്വന്തമാക്കി. KGF 2, RRR, കാന്താര, ജയിലർ, ലിയോ എന്നീ സിനിമകളും 100 കോടി ഷെയർ നേടിയ സിനിമകളാണ്.